മുഹറത്തിൽ തുടങ്ങി ദുൽഹജ്ജിൽ തീരുന്ന 12 മാസങ്ങൾ, അതിലെ 12ാമത്തെ മാസമായ ദുൽഹജ്ജിലെ അവസാനത്തെ ജുമുഅയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹു ഈ ഒരു കൊല്ലം നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. ചുരുങ്ങിയ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുകയാണ്. സാധാരണയായി പുതുവത്സരം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കലണ്ടർ പ്രകാരം ഡിസംബർ കഴിഞ്ഞ് ജനുവരിയാകാൻ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ നോക്കുകയും അതിൻ്റെ കലണ്ടർ മാറ്റിയിടുകയും ഒക്കെ ചെയ്യാറുണ്ട്, നമുക്കൊക്കെ അറിയാറുണ്ട്. എന്നാൽ ഹിജറ വർഷം മാറുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനകളൊക്കെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഹിജറ കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പരിശുദ്ധമായ റമളാനിലെ നോമ്പ് വരുന്നത് ഹിജ്റ കലണ്ടറിലെ റമളാൻ മാസത്തിലാണ് ആ നോമ്പ് നമുക്കുള്ളത്. അതുപോലെ വിശിഷ്ടമായ ദിവസങ്ങൾ, വലിയ പെരുന്നാളിൻ്റെയും ഹജ്ജിൻ്റെയും ഒക്കെ സന്തോഷകരമായ ദിവസങ്ങൾ വരുന്നതും അതിനെ ക്രമപ്പെടുത്തുന്നതുമൊക്കെയും ആ കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ഈ മഹാപ്രപഞ്ചത്തെ പടച്ച അന്നു മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അവന്റെ കാലം നിർണയിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ കലണ്ടറുകൾ പല കാലത്തും രൂപപ്പെടുത്തിയിട്ടുണ്ട്. പല ഭരണാധികാരികളും രൂപപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യന്റെ ചലനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും തങ്ങൾക്കറിയാവുന്ന മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചും. പക്ഷേ അവയ്ക്കെല്ലാം പല കാലങ്ങളിൽ പലതരത്തിലുള്ള പോരായ്മകളെ ലോകം ശ്രദ്ധയിൽപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ ചുമരിൽ തൂങ്ങുന്ന കലണ്ടറിൽ, നമ്മുടെയൊക്കെ വീടിന്റെ ചുമരുകളിൽ കാണുന്ന കലണ്ടറിൽ ചില മാസങ്ങൾക്ക് 31 ദിവസങ്ങളുണ്ട്. എന്നാൽ ഫെബ്രുവരിയിലേക്ക് വരുമ്പോൾ അത് 28 ദിവസമായി മാറുന്നു. 29 അല്ല, 30 അല്ല, ഒന്നുകിൽ 30 അല്ലെങ്കിൽ 31. അതിനപ്പുറം ഒരു മാസത്തിൽ 28 ദിവസങ്ങൾ. 4 കൊല്ലം കൂടുമ്പോൾ ഒരു ദിവസം കൂടി അതിൽ കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ്. 4 കൊല്ലം കൂടുമ്പോഴാണ് ഫെബ്രുവരി 29 എന്ന ദിവസമുള്ളത്. മനുഷ്യന്റെ കാൽക്കുലേഷൻ പലപ്പോഴും പിഴച്ചു പോവുകയോ അല്ലെങ്കിൽ മനുഷ്യൻ രൂപപ്പെടുത്തിയ സംവിധാനങ്ങൾക്ക് പല പോരായ്മകളും പലപ്പോഴും ഉണ്ടാവുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിങ്കൽ ഈ ഭുവനവാനങ്ങളെ മുഴുവനും പടയ്ക്കപ്പെട്ട അന്നു മുതൽ, ഈ മഹാപ്രപഞ്ചം രൂപപ്പെടുത്തിയ അന്നു മുതലുള്ള കലണ്ടർ 12 മാസങ്ങളാൽ ബന്ധിതമാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങനെ തന്നെയാണ് അതിന്റെ ചിട്ടയുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം, മനുഷ്യൻ അവന്റെ ദിവസങ്ങളെ ക്രമപ്പെടുത്തി തുടങ്ങിയതെന്നു മുതലാണ്. മനുഷ്യന് പറയാൻ പല ചരിത്രങ്ങളുമുണ്ടെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിലേക്ക്, ഭൂമിയിലേക്ക് വന്ന ആദ്യത്തെ മനുഷ്യന്റെ പ്രതിനിധിയും പിതാവുമായ സയ്യിദുന അബുൽ ബശർ ആദം അലൈഹിസ്സലാം, അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ സമയം മുതൽ തന്നെ കൃത്യമായ കാലക്രമത്തെ അല്ലാഹു തആല ചിട്ടപ്പെടുത്തിയ കലണ്ടറിനെ അവലംബിച്ചിട്ടുണ്ട് എന്ന് മഹാനരായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതിനെ ആസ്പദിച്ചുകൊണ്ടാണ് സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ജീവിച്ചത്. അതിനെ ആസ്പദിച്ചുകൊണ്ടാണ് സയ്യിദുനാ നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാം ജീവിച്ചത്. അതിനെ ആസ്പദിച്ചുകൊണ്ടാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചത്. അതിനെ ആസ്പദിച്ചുകൊണ്ടാണ് സയ്യിദുനാ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമും അവിടുത്തെ മകനായ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമും എല്ലാം ജീവിച്ചത്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന കലണ്ടറിൽ 1448 എന്നാണ് ഇനി അടുത്ത ഒരു കൊല്ലം രേഖപ്പെടുത്താനുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ കലണ്ടറിന്റെ പുനർക്രമീകരണം നടക്കുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കുന്ന കാലത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും മുഹറം ഉണ്ട്, റബീഉൽ അവ്വൽ ഉണ്ട്, റമളാൻ ഉണ്ട്,
മറ്റ് ശ്രേഷ്ഠമായ മാസങ്ങളെല്ലാം ഉണ്ട്, ദുൽഹജ്ജുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ക്രമത്തിലേക്ക് അതിനെ ചിട്ടപ്പെടുത്തിയത് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന ഗവർണർക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്. പല കത്തുകൾ പല സമയങ്ങളിൽ മദീനയിൽ നിന്ന് പല ആളുകളുടെ കയ്യിലാണ് കൊടുത്തുവിടുക. ഇന്നത്തെ പോലെ സംവിധാനങ്ങളുള്ള കാലമല്ലല്ലോ. അപ്പോൾ പല ആളുകളും കൊണ്ടുവന്ന് ഏൽപ്പിച്ച കത്തുകൾ നിരത്തി വെച്ചിട്ട് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരിച്ചൊരു മറുപടി എഴുതി. ഓ ഖലീഫ, അങ്ങയക്കുന്ന കത്തുകളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്, എന്താണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് ആദ്യം നടപ്പിലാകേണ്ടത് എന്നറിയില്ല. പല കത്തുകളും ചില ആളുകൾ ഒട്ടകപ്പുറത്ത് വരുന്നവർ, ചിലർ കുതിരയുടെ പുറത്ത് വരുന്നവർ, മറ്റു മാർഗങ്ങൾ അവലംബിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ മറ്റു സംഘങ്ങളുടെ കയ്യിൽ കൊടുത്തുവിട്ടത്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് ഏതേത് സമയത്ത് അയച്ചതാണ് എന്നറിയില്ല. നമുക്കൊരു കലണ്ടർ ആവശ്യമാണ്, കൃത്യമായ ഡേറ്റുകൾ ആവശ്യമാണ്, തീയതികൾ ആവശ്യമാണ്. അതിനെ അവലംബിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. അതുകൊണ്ട് അത്തരം ഒരു ചിന്തയ്ക്ക് തുടക്കമിടണമെന്ന് സയ്യിദുന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ഇസ്ലാമിക ലോകത്തെ പ്രമുഖരായ മഹത് വ്യക്തിത്വങ്ങളുടെ എല്ലാം സംഭാവനകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഹിജ്റ കലണ്ടറിന്റെ രൂപം, ഹിജ്റ കലണ്ടറിന്റെ രൂപീകരണം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും 12 മാസങ്ങളുടെ പേര് വെച്ചതല്ല. എല്ലാവർക്കും അറിയാവുന്ന മുഹറം മുതൽ ദുൽഹജ്ജ് വരെയുള്ള മാസങ്ങളെ ചിട്ടപ്പെടുത്തി അതൊരു കൊല്ലത്തേക്ക് അവലംബിച്ചുകൊണ്ട് ഒരു സുപ്രധാനമായ സംഭവത്തിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട്, അങ്ങനെയാണല്ലോ ലോകത്ത് കലണ്ടറുകൾ ഉള്ളത്. യേശു ക്രിസ്തുവിന് മുന്നേയുള്ള കലണ്ടർ BC, ബിഫോർ ക്രൈസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ ലോകത്തെ പല കലണ്ടറുകളും പല സംഭവങ്ങളെയും ആസ്പദിച്ചുള്ളതാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഹിജ്റയുടെ മനോഹരമായ യാത്രയെ, ഇസ്ലാമിക ലോകത്തിന് ഇസ്ലാമിക ചലനങ്ങൾക്ക് എന്നും ഊർജം നൽകുന്ന ഹിജ്റയുടെ യാത്രയെ അവലംബിച്ചുകൊണ്ടാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കലണ്ടറിനെ രൂപപ്പെടുത്തിയെടുത്തത്. ഏത് സംഭവമാണ് നമ്മൾ മുന്നിലേക്ക് വെക്കുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമുണ്ട്, ആനക്കലഹ വർഷമുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവർക്കും അറിയുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. അതിന്റെ എല്ലാം ഒടുക്കമാണ് ഹിജ്റ. ഇസ്ലാമിക ചരിത്രത്തിന് അമൂല്യമായ സമ്മാനങ്ങൾ നൽകിയ, ഇസ്ലാമിക ചരിത്രത്തിന് അമൂല്യമായ സമ്മാനങ്ങൾ നൽകിയ, ഇസ്ലാമിക ചരിത്രത്തിന്റെ ഗതി മാറ്റിയ ഹിജ്റ. ആ ഹിജ്റയെ അവലംബിച്ചുകൊണ്ട് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ ഒരു പ്രധാന പോയിന്റായി നിർത്തിക്കൊണ്ട് അവിടെ നിന്നിങ്ങോട്ട് മാസങ്ങളെ ക്രമപ്പെടുത്തുകയാണ്, അവിടെ നിന്നിങ്ങോട്ട് ദിവസങ്ങളെ ക്രമപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഇസ്ലാമിക് കലണ്ടർ എന്ന ഹിജ്റ കലണ്ടർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കിയ മാസങ്ങളും ദിവസങ്ങളുമെല്ലാം അതിന്റെ ഒരു പുതിയ രൂപത്തിൽ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന് സമ്മാനിച്ചത്. അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ 1448 എന്ന് പറയുമ്പോൾ നമ്മൾ ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ മാസങ്ങളൊന്നും അതിനു മുമ്പില്ല എന്നോ ഒന്നുമല്ല. ലോകത്തുള്ള എല്ലാ നബിമാരും അവലംബിച്ചത് അള്ളാഹു നൽകിയ ആ കാലക്രമത്തെയാണ്. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും അവലംബിച്ച കലണ്ടറാണ്. നമ്മളെ ജനിച്ച മാസം, ഇംഗ്ലീഷ് മാസം ഏതാണെന്നറിയാം, പക്ഷെ പലപ്പോഴും അറബ് മാസം ഏതാണ് എന്ന് നമുക്കറിയില്ല. അറബ് മാസപ്രകാരം 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം കൂടി അധികം കൂട്ടണമെന്നാണ്. കാരണം ഹിജ്റ കലണ്ടർ പ്രകാരം ഓരോ വർഷവും 10 ദിവസം ഏറെയാണ് വരിക. കഴിഞ്ഞ കൊല്ലത്തെ പെരുന്നാളിനേക്കാൾ ഒരു 10 ദിവസം കൂടി മുന്നിലേക്കാണ് അടുത്ത പെരുന്നാൾ വരിക. അത് ചന്ദ്രോദയത്തെ, അതിന്റെ അസ്തമയത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ക്രമപ്പെടുത്തുന്നത് കൊണ്ടാണ്. അപ്പൊ 30 കഴിഞ്ഞ ആളിന് ഒരു വർഷം കൂടി കൂട്ടാം, 60 കഴിഞ്ഞ ആളിന് 2 കൊല്ലം കൂടി കൂട്ടാം, 90 കഴിഞ്ഞ ആളിന് 3 കൊല്ലം കൂടി. സാധാരണ പറയുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ കിതാബിൽ ഒരു 3 കൊല്ലം കൂടി അധികമായിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അള്ളാഹു നമുക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുകയും ഇതിന്റെ പ്രാധാന്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. ഇതാണ് ഹിജ്റയുടെ കലണ്ടർ. അതോടൊപ്പം തന്നെ ഒരു വർഷം അവസാനിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിലെ ഒരു വലിയ സമയം അവസാനിക്കുകയാണ്. ഒരു കൊല്ലം കൂടി നമ്മിൽ നിന്ന് വിട പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ക്രമപ്പെടുത്തിയ രൂപം തന്നെ നോക്കൂ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. ഇസ്ലാമിക് കലണ്ടറിന്റെ അവസാന ഭാഗവും ആരാധനയാണ്, ആരംഭിക്കുന്നതും ആരാധനകളോടുകൂടിയാണ്.
ഹജ്ജോടുകൂടിയാണല്ലോ ദുൽഹജ്ജ് പരിസമാപ്തി കുറിച്ച്. അയ്യാമു തശ്രീഖിന്റെ സന്തോഷങ്ങൾ അള്ളാഹു പ്രത്യേകമാക്കിയ ദുൽഹജ്ജിലാണ് കലണ്ടർ അവസാനിക്കുക. ആരംഭിക്കുന്നതോ അത് മുഹറത്തിലാണ്. വളരെ ശ്രേഷ്ഠമായ മുഹറത്തെ കൊണ്ടാണ് കലണ്ടർ ആരംഭിക്കുന്നത്. ലോകത്ത് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് പാതിരാവുകളിൽ അടിച്ചുപൊളിച്ച് മദ്യക്കുപ്പികൾ, ഓരോ കൊല്ലവും ന്യൂ ഇയറിന്റെ രാത്രിയിൽ പൊട്ടുന്ന കുപ്പികളുടെ എണ്ണം, ചെലവാകുന്ന മദ്യത്തിന്റെയും ലഹരിയുടെയും എണ്ണമൊക്കെയും നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നവരാണ്. എന്നാൽ ഇസ്ലാമിന്റെ കലണ്ടർ അങ്ങനെയല്ല. തീരുന്നതും ആരാധനകളിൽ, തുടങ്ങുന്നതും ആരാധനകളിൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറത്തിന്റെ മഹത്വം പഠിപ്പിക്കുകയാണ്. അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസത്തിലെ നോമ്പാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ആദരിച്ചിരുന്ന 10 ദിവസങ്ങൾ പലപ്പോഴും അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ പെട്ടതാണ് മുഹറത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. മുഹറം മാസത്തെ ഷഹ്റുൽ അംബിയാ, അംബിയാക്കളുടെ മാസം എന്നാണ് അറിയപ്പെടുന്നത്. ഷഹ്റുൽ അംബിയാ, മഹാന്മാരായ അംബിയാക്കളുടെ മാസം. അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നോമ്പെടുക്കുന്ന ആളുകൾക്കുള്ള വലിയ പ്രതിഫലത്തെക്കുറിച്ച് മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ റമളാനിന് ശേഷമുള്ള ശ്രേഷ്ഠമായ നോമ്പ് അത് മുഹറത്തിലെ നോമ്പാണ്. ഒരു സ്വഹാബി വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്ക് നോമ്പെടുക്കാൻ കുറച്ച് ദിവസങ്ങൾ പറഞ്ഞു തരൂ. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, റമളാനിന് ശേഷമുള്ള ദിവസങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? എന്നാൽ അള്ളാഹുവിന്റെ മാസമായ ഷഹ്റുല്ലാഹിൽ മുഹറം, ആ മാസത്തിൽ നോമ്പെടുത്തോളൂ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നോമ്പെടുക്കാനുള്ളതാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ജനത വന്ന് ബഹുമാനപ്പെട്ടവരോട് ആവലാതി പറഞ്ഞു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ മുഹറം മാസത്തിൽ നോമ്പെടുക്കുകയും അനന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു എന്നെ അറിയിച്ചിട്ടുണ്ട്, മുഹറം മാസത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അവിടുത്തെ ജനത അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വിട്ടു നടന്നപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞ വർത്താനാണ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മുഹറം മാസത്തിൽ ധാരാളം ഇബാദത്ത് ചെയ്തിട്ട് ദുആരക്കൂ, നിങ്ങളുടെ ദുആ സ്വീകരിക്കാമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കാണാം. ഒരാൾ മുഹറം മാസത്തിന്റെ ആദ്യം മുതൽ ആശൂറാ വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുത്താൽ അയാൾക്ക് അല്ലാഹു തആല ഫിർദൗസുൽ അഅല നൽകുമെന്ന്, സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനം നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെല്ലാവരും സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന മുഹറമൊക്കെ നോമ്പെടുത്തുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മാസത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഫിർദൗസുൽ അഅല നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ് മുഹറം മാസത്തിലെ ഈ നോമ്പ്, മുഹറം മാസത്തിലെ സുന്നത്ത് നോമ്പുകൾ, ആ ദിവസങ്ങളിലെ ദുആകൾ ഇജാബത്തുള്ളത്, അമ്പിയാക്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ മാസം. ഇതെല്ലാം നമ്മുടെ ഖൽബിൽ മുഹറം 1 മുതൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് ഒരു കൊല്ലം കഴിഞ്ഞുപോയ പാപങ്ങൾക്കൊക്കെ റബ്ബിനോട് മാപ്പ് പറഞ്ഞു ദ്വാരക്കണം. അള്ളാഹുവേ, ഈ ഒരു കൊല്ലം എന്നിൽ നിന്ന് വന്നുപോയതെല്ലാം പുറത്തു തരണമെന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് കൈനീട്ടണം. അടുത്ത ഒരു കൊല്ലം സന്തോഷത്തിലായിരിക്കാൻ ദ്വാരക്കണം. ചില ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം, മുഹറം മാസത്തിന്റെ ആദ്യത്തെ ദിവസം 360 തവണ ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അയാൾക്ക് അല്ലാഹു തആല അക്കൊല്ലം പ്രയാസങ്ങളിൽ നിന്ന്, പിശാചിന്റെ ഷർറുകളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ സംരക്ഷണം നൽകുമെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു നമുക്കൊക്കെയും പ്രവർത്തിക്കാനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. 360 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നതിലൂടെ ഒരു കൊല്ലത്തെ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാനുണ്ട്. അതുപോലെ ഒരു വർഷത്തിന്റെ അവസാനം ഒരു മനുഷ്യൻ അള്ളാഹുവേ, ഒരു കൊല്ലം ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് ദ്വാരന്നാൽ ഇബ്ലീസ് പറയുമെന്നാണ്, ഒരു കൊല്ലം ഇവന്റെ പുറകിൽ നടന്നിട്ട് നമ്മുടെ സമയം പോയതല്ലാതെ
അവസാന സമയം ഇവൻ അള്ളാഹുവിനോട് ചോദിച്ചു മാപ്പ് വാങ്ങിക്കളഞ്ഞല്ലോ എന്ന് ഇബ്ലീസ് പരിതപിക്കുമെന്നാണ്. അപ്പൊ ദുൽഹജ്ജിന്റെ അവസാന സമയങ്ങൾ, ഒരു കൊല്ലം എന്നിൽ നിന്ന് വിട പറയുകയാണ്. ഒരു റമളാൻ, ഒരു ഹജ്ജ്, ഒരു വലിയ പെരുന്നാൾ, ഒരു ചെറിയ പെരുന്നാൾ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി അടുത്ത ഒരു കൊല്ലം കൂടുതൽ അമലുകൾ ചെയ്യുക. അങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ തീരുമാനമെടുക്കുക. അടുത്ത ഒരു കൊല്ലം കൂടുതൽ അമലുകൾ ചെയ്യാൻ എനിക്ക് പറ്റണം. അള്ളാഹു നമുക്ക് അതിനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സമയങ്ങളെ വേണ്ട രീതിയിൽ ക്രമപ്പെടുത്തി അള്ളാഹുവിന് പൊരുത്തപ്പെട്ട അമലുകളിൽ നമ്മുടെ നേരങ്ങളെയും സമയങ്ങളെയും ഒക്കെ നമ്മൾ ചെലവഴിക്കുക. അള്ളാഹു പൊറുക്കാത്ത രീതിയിലേക്കുള്ള യാത്രകൾ, അള്ളാഹു പൊറുക്കാത്ത രീതിയിലേക്കുള്ള ഇടപെടലുകൾ, അള്ളാഹു പൊരുത്തപ്പെടാത്ത വഴിയിലുള്ള ചെലവഴിക്കലുകൾ, അള്ളാഹു പൊരുത്തപ്പെടാത്ത വഴിയിലുള്ള ഏതെല്ലാം ഇടപാടുകളുണ്ടോ അതെല്ലാം അവസാനിപ്പിക്കുകയും അള്ളാഹുവിൽ തഖ്വ ചെയ്ത് ജീവിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പൊരുത്തപ്പെട്ടതാണോ ഞാൻ ചെയ്യുന്ന പ്രവർത്തനമെന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തോടുമൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പണിയാണോ ഞാൻ ചെയ്യുന്നത്? നാളെ അള്ളാഹു തആല ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്തു പറയാനുണ്ട് എന്ന ഒരു ബേജാറ്, ഒരു വേവലാതി നമ്മുടെ കൽബിലുണ്ടാകണം. ഈ അടുത്ത ദിവസം നിങ്ങളെല്ലാവരും വാട്സപ്പിൽ, നമ്മളെല്ലാവരും ഈ അടുത്ത ദിവസം വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും അധികം കണ്ട ഒരു വീഡിയോ, കർണാടകക്കാരനായ ഒരു ഉസ്താദ് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. ഉളൂഇലായി ഖിബിലയ്ക്ക് തിരിഞ്ഞു നിന്ന് അള്ളാഹുവിന്റെ മഹോന്നതമായ വചനങ്ങൾ വിളിക്കുന്നതിന്റെ ഇടയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ മഹത്വത്തെ, അള്ളാഹു ആകുന്ന സൃഷ്ടാവിന്റെ, അള്ളാഹു ആകുന്ന റബ്ബിലുള്ള വിശ്വാസത്തെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസത്തെയും ഒക്കെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു മനുഷ്യൻ. നമ്മുടെയൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ വന്നപ്പോൾ നമ്മളിങ്ങനെ തള്ളി നീക്കി വിട്ടു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു മരണമല്ലേ? വുളൂഓടുകൂടിയുള്ള മരണം, ഖിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ടുള്ള മരണം, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ഷഹാദത്ത് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു മരണം. അതാഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരാൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതല്ലേ? ഖിബിലയ്ക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈമാനോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകുന്ന രക്ഷിതാവിന്റെ മഹത്വത്തെ വാഴ്ത്തി പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള ഒരു കാഴ്ചയാണ്, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാഴ്ചയാണ്. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു സമയം, അത് ഈമാനോടുകൂടി മടങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന സമയം വുളൂഇലായി പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങാനും ഷഹാദത്ത് ഉച്ചരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മനുഷ്യനാണ്. ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു മരണമല്ലേ? ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എത്രയോ തവണ അള്ളാഹുവിന്റെ നാമത്തെ വിളിച്ചു പറഞ്ഞ മനുഷ്യൻ. അതുപോലെ ആ ഉസ്താദ് എത്രയോ മൗലിദ് ചൊല്ലിയ മനുഷ്യനാണ്, എത്രയോ മദ്ഹ് ചൊല്ലിയ മനുഷ്യനാണ്, എത്രയോ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനാണ്, എത്രയോ ഖൈറാത്തുകൾ ചെയ്ത മനുഷ്യനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അദ്ദേഹം ചെയ്ത മാലയും മൗലിദും ദിക്റും സ്വലാത്തും അതിന്റെ മജ്ലിസും ഒക്കെ തെറ്റായിരുന്നുവെങ്കിൽ, മോശമായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു മരണം അദ്ദേഹത്തിന് ലഭിക്കുമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ സൗഭാഗ്യങ്ങളോടെ ഈമാനോടെ മരിച്ചു പോകുന്ന മുൻഗാമികളെ നമ്മൾ കാണുന്നു. ജീവിതത്തിൽ ഹബീബായ നബി തങ്ങളെ മേലെ സ്വലാത്തു ചൊല്ലി, മൗലിദ് ചൊല്ലി, ദിക്റു ചൊല്ലി, മാല ചൊല്ലി മുൻഗാമികൾ ജീവിച്ച മാർഗത്തിൽ ജീവിച്ചവർ എത്രയോ ഈമാനോടെ മടങ്ങിപ്പോകുന്നു. ആ ഈമാനിലൊക്കെ മോഡിഫിക്കേഷൻ വരുത്തി ഏതെങ്കിലും ഒരാൾ ഈമാനോടെ മരിച്ച ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ മുൻഗാമികളുടെ മാർഗം മുറുകെ പിടിച്ചു ജീവിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ദിക്റും സ്വലാത്തുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും മാലകളും മൗലിദുകളും ഒക്കെ ചൊല്ലിയ മനുഷ്യനാണ്. തൗഹീദിന്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് വുളൂഇലായി ഖിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. നമുക്കൊക്കെ മരണം ആ സമയം ഈമാൻ സലാമത്തായി കിട്ടണമെങ്കിൽ നമ്മുടെ വിശ്വാസം നന്നാകണം. വളരെയേറെ സങ്കടം തോന്നിയത് 2 ദിവസം മുമ്പ് ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിലുള്ളത് നിങ്ങളൊക്കെ പലപ്പോഴും പല ഗ്രൂപ്പുകളിൽ കണ്ടിട്ടുണ്ടാകും. ആ മെസ്സേജിലുള്ള സംഭവം,
നമ്മുടെ പള്ളിയിൽ നടക്കുന്ന വെള്ളിയാഴ്ച സ്വലാത്തിൽ, വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ പള്ളിയിൽ സ്വലാത്ത് നടക്കാറുണ്ട്. അത് നല്ല ഇജാബത്തുള്ള മജ്ലിസാണ്. അത് ഞാൻ പങ്കെടുക്കുന്നത് കൊണ്ടോ ഞാൻ ദ്വാരക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. ഈ മജ്ലിസ് എത്രയോ കാലമായി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടും അത് ചൊല്ലുന്ന മോമിനീങ്ങളുടെ പവർ കൊണ്ടുമാണ്. അല്ലാതെ നമുക്കാർക്കും ഒരു പവറുള്ള ആളുകളല്ല. ആ സ്വലാത്തിന്റെ മജ്ലിസിനെ സംബന്ധിച്ച് ഒരാളൊരു മെസ്സേജ് അയച്ചു. ആ സ്വലാത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ റസൂലല്ലാഹ് അഗ്സിനാ യാ റസൂല റബ്ബിൽ ആലമീൻ എന്ന് വിളിക്കുന്നുണ്ട്. ആ സ്വലാത്തിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ, ഞങ്ങളെ കൈപിടിക്കണമേ എന്ന് ഹബീബായ നബി തങ്ങളോട് പറയുന്നുണ്ട്. ഇതൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ്. ഞാൻ ആലോചിച്ചു പോയി, ഈ പള്ളിയിൽ സ്വലാത്ത് തുടങ്ങിയത് ഞാൻ വന്നിട്ടല്ല. എത്രയോ കാലം മുമ്പ് ഈ പള്ളികളിൽ ഇരുന്ന് സ്വലാത്തു ചൊല്ലി എത്രയോ നല്ല മുഅ്മിനീങ്ങളില്ലേ, ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്നവരില്ലേ, ഈ മിഹ്റാബിൽ നിന്ന് ഇതിനൊക്കെ നേതൃത്വം നൽകി എത്രയോ മഹാന്മാരായ സ്വാലിഹീങ്ങളായ നിങ്ങളൊക്കെ ഇന്നും ആദരിക്കുന്ന മഹത്തുക്കളായ മനുഷ്യരില്ലേ, ഇത് ഈ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി വന്നുകൂടിയ മുഅ്മിനീങ്ങളില്ലേ, ഇവരെയൊക്കെയും അറിവില്ലായ്മ കൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ വിചാരിക്കും വളരെ നിസ്സാരമായ പ്രയോഗമാണെന്ന്, മുശ്രിക്കും കാഫിറുമാക്കി തള്ളിക്കളയുന്ന അത്തരം ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ദീനിനെ കുറിച്ച് ശരിയായി പഠിക്കണം. യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ തെറിച്ചു പോകുന്ന തൗഹീദല്ല നമ്മുടേത്. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ സിയാറത്തിന് പോയാൽ ചെയ്യേണ്ട അദബ് എന്താണ്? മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചില്ലേ, സലാം പറഞ്ഞിട്ട് മുസ്തഫായ നബി തങ്ങളുടെ അരികിൽ നിന്ന് ശഫാഅത്ത് ചോദിക്കണം. ഏറ്റവും വലിയ സഹായം ആ ശഫാഅത്തല്ലേ. നാളെ പരലോകത്ത് കൈപിടിക്കണമെന്ന്, ശുപാർശ ചെയ്യണമെന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണം. അതാണ് മുഅ്മിനിന്റെ ഈമാൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന പ്രയാസഘട്ടത്തിൽ വിളിച്ചത് എത്രയോ മുൻഗാമികൾ, സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ട് പറയാൻ എത്രയോ ചരിത്രങ്ങളുണ്ട്. അതൊക്കെ വലിച്ചുവാരി പറയാൻ, അല്ലെങ്കിൽ അതെല്ലാം പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ ഈമാനിൽ നിന്ന് പരിശുദ്ധമായ ദീൻ എന്താണെന്ന് മനസ്സിലാക്കാതെ ദൂരെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട്, ഞാൻ വിചാരിച്ചു പഠിച്ചവനെ ഇപ്പോഴാണ് ഇവർ ഈ സലാത്ത് കേട്ടത്, പിന്നെയും വിചാരിച്ചു ചിലപ്പോൾ ചായ കുടിക്കാൻ വന്നപ്പോൾ കേട്ടതായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പം മെസ്സേജ് വന്നത്. അപ്പോൾ ഇതൊക്കെ ചൊല്ലി എത്രയോ മുൻഗാമികൾ നമുക്കില്ലേ, അവരെയൊക്കെയും ഈ ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന ശൈലി അവസാനിപ്പിച്ചിട്ട് നിങ്ങളൊക്കെ ദീന് പഠിക്കണം. പലരും ചോദിക്കും ഉസ്താദ് കർശനമായിട്ട്, ഞാൻ അധികം സംഘികൾക്കും സലഫികൾക്കും എതിരെ വളരെ ശക്തമായി സംസാരിക്കുന്ന ആളാണ്. പലരും ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? അത് ഏറ്റവും വലിയ പ്രയോഗമാണ്. നമ്മളെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ വാപ്പ ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കും, ഉമ്മ ശരിയല്ല എന്ന് പറഞ്ഞാൽ ക്ഷമിക്കും. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, തൗഹീദ് നിങ്ങൾ പടച്ചവനെ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന നേതാവിനെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ നോക്കി തീവ്രവാദിയാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ മോശപ്പെട്ട വാക്കാണ് കാഫിറാണ് എന്ന് പറയുന്നത്, മുശ്രിക്കാണ് എന്ന് പറയുന്നത്. അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് മുശ്രിക്കാണെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ള ഈ മുഅ്മിനീങ്ങളായ ആളുകൾ എത്രയോ കഷ്ടപ്പെട്ട് അതിരാവിലെ സുബഹിക്കും ജമാഅത്തുകൾക്കും സലാത്തുകൾക്കും ഒക്കെ വരുന്ന മനുഷ്യർ, അവരെ പറയുമ്പോൾ വിഷമം വരുന്നത് കൊണ്ടാണ്. മുൻഗാമികളായ ഇമാമിങ്ങളെ ദീനിൽ നിന്ന് പുറത്താക്കുമ്പോൾ, അവരുടെ തൗഹീദ് ശരിയല്ലെന്ന് പറയുമ്പോൾ ഉള്ള സങ്കടം കൊണ്ടാണ് തുറന്നടിച്ച് പലപ്പോഴും പറയേണ്ടി വരും. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ദീന് പഠിക്കണം. എവിടെ നിന്നെങ്കിലും അല്ല, കൃത്യമായ സ്രോതസ്സിൽ നിന്ന് പഠിക്കുകയും അറിയുകയും. യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ, ഓ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ഒരല്പമെങ്കിലും ഈമാനിന്റെ തെളിമ കൽബിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനാണ്. അവന്റെ ഈമാൻ തെറിച്ചു പോവുകയില്ലെന്ന് മാത്രമല്ല, മുൻഗാമികളായ സ്വഹാബത്തും ഇമാമിങ്ങളും വിളിച്ച മാർഗമാണത് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുപോലെ നിപ്പയും ഷിഗല്ലയും ഒക്കെ പല രോഗങ്ങൾ ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിക്കുന്ന സമയമാണ്. ആ സമയത്ത് കൂടുതൽ സ്വലാത്തിലെയും സ്വലാത്തിന്റെ മജ്ലിസിലൊക്കെ കൂടുതൽ വരികയും ഹദ്ദാദ് ചെല്ലുകയും ഒരുപാട് ഖൈറാത്തുകൾ വീട്ടിലൊക്കെ ദിക്റുകൾ അധികരിപ്പിക്കുകയും ചെയ്യേണ്ട സമയമാണ്. അള്ളാഹു നമ്മെ എല്ലാ രോഗങ്ങളെ തൊട്ടും വിഷമങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഈമാൻ അള്ളാഹു സലാമത്താക്കി നൽകുമാറാകട്ടെ. ഒരിക്കൽ പോലും ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന, മുൻഗാമികളുടെ മാർഗത്തിൽ നിന്ന്
പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാതെ ഈമാനോടെ ജീവിച്ച അവസാനം കെലിമ ചൊല്ലി മരിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മയൊക്കെയും ഹക്കിൽ അടിയുറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.